അപൂർവരാഗം എന്ന സിനിമയെ പറ്റിയുള്ള എന്റെ തൊട്ട് മുൻപത്തെ വീഡിയോയിൽ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. 80കളിലും 90കളിലും ഹിറ്റ് മേക്കേഴ്സായി തിളങ്ങി നിന്നിരുന്ന പല സംവിധായകർക്കും 2000-ന് ശേഷം ആ ഒരു പദവി നിലനിർത്താൻ കഴിഞ്ഞിരുന്നില്ല എന്ന്. എന്നാൽ അതിന് ഓപ്പോസിറ്റ് വരുന്ന ഒരാളെ പറ്റിയാണ് ഈ ഒരു വീഡിയോ. മലയാളത്തിലെ മാസ്റ്റർ ഫിലിം മേക്കർ ജോഷി 1978-ലെ ടൈഗർ സലീം എന്ന ചിത്രത്തിലൂടെ സംവിധാന രംഗത്തേക്ക് വന്ന ഇദ്ദേഹത്തെ ഒറ്റവാക്കിൽ നമുക്ക് എങ്ങനെ വിശേഷിപ്പിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ മലയാളത്തിലെ ഹെവി വെയിറ്റ് സിനിമകളുടെ അമരക്കാരനായ ഒരു ഹെവി വെയിറ്റ് സംവിധായകൻ അതായിരുന്നു ജോഷി. 80കളിലെ ന്യൂഡൽഹി നായർ സാബ് നാടുവാഴികൾ, 90കളിലെ ധ്രുവം, കൗരവർ, പത്രം, ലേലം എന്നിങ്ങനെ പേര് കേൾക്കുമ്പോൾ തന്നെ പഞ്ച് ഫീൽ ചെയ്യുന്ന ഒരുപിടി സിനിമകൾ ഇദ്ദേഹത്തിൻ്റെതായി ഉണ്ട്. എന്നാൽ ഈ മില്ലേനിയത്തിന്റെ തുടക്കത്തിൽ ഇദ്ദേഹത്തിന് അടിപതറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 2001-ൽ ഇദ്ദേഹത്തിൻ്റെതായി 2 സിനിമകളാണ് പുറത്തു വന്നത്, പ്രജ, ദുബായ്. മലയാളത്തിലെ ഏറ്റവും വലിയ 2 സൂപ്പർ താരങ്ങളുടെ പ്രസൻസും ഹെവി ബഡ്ജറ്റും വലിയ ക്യാൻവാസും ഒക്കെ ഉണ്ടായിരുന്നിട്ടും ഈ 2 സിനിമകളും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. എന്നാൽ ആ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട അദ്ദേഹം പിന്നീട് ചെയ്തത് പുതിയകാല നടനായ ദിലീപിനൊപ്പം അയാൾക്ക് ചേരുന്ന റൈറ്റേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് റൺവേ പോലെ ഒരു ഹിറ്റ് ചിത്രത്തിലൂടെ വീണ്ടും മടങ്ങി വന്നു. ഇതേ കോമ്പിനേഷനിൽ ലയൺ എന്നൊരു ബ്ലോക്ക് ബസ്റ്റർ ചിത്രവും പിൽക്കാലത്ത് പിറന്നു. ശേഷം ഇതേ ലോജിക് അദ്ദേഹം മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും കാര്യത്തിലും ഉപയോഗിച്ചു. അതിന്റെ ഫലമായി മമ്മൂട്ടിയോടൊപ്പം പോത്തൻ വാവയും മോഹൻലാലിനൊപ്പം നരനും സംഭവിച്ചു. ശേഷം 2008-ൽ മലയാളത്തിലെ എല്ലാ താരങ്ങളെയും ഒന്നിച്ചു നിർത്തി 2020 എന്ന സിനിമ പ്ലാൻ ചെയ്തപ്പോൾ സംവിധായകന്റെ പേരിന്റെ സ്ഥാനത്ത് ജോഷി എന്നല്ലാതെ മറ്റൊരു പേര് ഊഹിക്കാൻ കൂടി കഴിയുമായിരുന്നില്ല എന്ന് പടത്തിന്റെ പ്രൊഡ്യൂസറായ ദിലീപ് പിൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം 2009-ൽ ന്യൂ ജനറേഷൻ സൂപ്പർ സ്റ്റാറായ പൃഥ്വിരാജ് മൊത്ത് റോബിൻഹുഡ്, 2011-ൽ നിവിൻ പോളി അടക്കം ഒരുപാട് പുതുമുഖങ്ങളെ നിരത്തിക്കൊണ്ട് സെവൻസ്, ശേഷം മോഹൻലാൽ മൊത്ത് 2020-യുടെ ഹാങ് ഓവറിൽ വന്ന ക്രിസ്ത്യൻ ബ്രദേഴ്സും, എന്നാൽ ആ ഒരു ടെംപ്ലേറ്റഡ് മാസ് സിനിമയുമായി യാതൊരു സാമ്യവുമില്ലാത്ത റൺ ബേബി റണ്ണും. ഈ ഒരു പോയിന്റ് വരെ ജോഷി എന്ന സംവിധായകൻ ഹൈലി റെസ്പെക്ടഡ് തന്നെയായിരുന്നു. 2010 മുതൽ മലയാള സിനിമയിൽ മാറ്റത്തിന്റെ വേവ് വന്നു തുടങ്ങിയിരുന്നെങ്കിലും ഹി വാസ് വെരി മച്ച് ഇൻ ദ ഗെയിം. എന്നാൽ അതിനുശേഷം വന്ന ലോക്പാൽ, അവതാരം, സലാം കാശ്മീർ, ലൈല ഓ ലൈല ഇത്തരം ചിത്രങ്ങൾ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല ഇദ്ദേഹം ഔട്ട്ഡേറ്റഡ് ആയെന്നൊരു തോന്നൽ പ്രേക്ഷകരിൽ ഉണ്ടാക്കുകയും ചെയ്തു. എന്നാൽ ഇത് മനസ്സിലാക്കി തന്നെയാവണം അദ്ദേഹം പിന്നീട് ഒരു 4 വർഷം ഗ്യാപ്പ് എടുത്തു. ശേഷം തിരിച്ചു വരുന്നത് 2019-ൽ. എന്നും കാലത്തിനനുസരിച്ച് അപ്ഡേറ്റ് ആവാറുണ്ടായിരുന്ന അദ്ദേഹം വീണ്ടും അത് തന്നെ ചെയ്ത് കാണിച്ച് ട്രാക്കിലേക്ക് കയറി. ഇത്തവണ ഓൾറെഡി കത്തി നിൽക്കുന്ന ഒരു യങ് ആക്ടറിനെ ആയിരുന്നില്ല അദ്ദേഹം ചൂസ് ചെയ്തത്, മറിച്ച് ഒരു സ്പാർക്കിന് വേണ്ടി കാത്തു നിൽക്കുന്ന, ഒരുപാട് കാലമായി ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്ന എന്നാൽ ഒരു ബ്രേക്ക് കിട്ടാതിരുന്ന ഒരു പവർഫുൾ ലുക്കിംഗ് ഹീറോ ജോജു ജോർജ്. കാര്യം പഴയ കാലഘട്ടത്തിലെ കഥ പറഞ്ഞ സിനിമയായിരുന്നെങ്കിലും പുതിയ കാലത്തെ മേക്കിങ്ങോടുകൂടി ജോഷി എന്ന സംവിധായകൻ വീണ്ടും കളിയിലേക്ക് തിരിച്ചു വന്നു. അതിനുശേഷം 3 വർഷങ്ങൾക്കിപ്പുറം 2022-ൽ സുരേഷ് ഗോപിയുമൊത്ത് പാപ്പൻ, അതും സൂപ്പർ ഹിറ്റ് അടിച്ചു. സോ ചുരുക്കി പറഞ്ഞ ഇന്നും ജോഷിയുടെ ഒരു സിനിമ വരുന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ചാർജ് ആവും. 47 വർഷങ്ങൾക്കിപ്പുറവും ആ ഒരു ഹൈപ്പ് നിലനിർത്താൻ സാധിച്ചത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കഴിവ്.